എല്ലാവർക്കും നമസ്കാരം. ദിസ് ഈസ് ജസ്റ്റിൻ പി ജെയിംസ്. വെൽക്കം ടു ലെക്ചർ 2. സോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കുറച്ച് പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് റീക്യാപ്പ് എവറിത്തിങ് ദാറ്റ് വി ഹാവ് ലേൺഡ് ടിൽ നൗ. നമ്മളതിൻ്റെ സെക്ഷൻസ് ഏതൊക്കെയായിരുന്നു എന്നായിരുന്നു ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഫസ്റ്റ് സീരീസിൽ കവർ ചെയ്തത്. അതിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ പിന്നെ ഡെഫിനിഷനുകൾ, എന്താണ് പ്രോപ്പർട്ടി എന്നുള്ളത്, അതിൻ്റെ ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആരെയാണ് ഒരു ഓണർ എന്ന് പറയുന്നത്, ആരെയാണ് ഒരു ഡീംഡ് ഓണർ എന്ന് പറയുന്നത്, ആനുവൽ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് എ ലെറ്റ് ഔട്ട് ബിൽഡിംഗ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്, മുനിസിപ്പൽ ടാക്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2 പ്രോബ്ലം കൂടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ, വെരി ഗുഡ്. എങ്കിൽ അതിൻ്റെ ബാക്കി കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഇനി കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ computation of annual value of a house under different situations. പല സാഹചര്യങ്ങളിൽ ആനുവൽ വാല്യൂ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്? നമുക്കറിയാം, നമ്മുടെ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പല സിറ്റുവേഷൻസ് ഉണ്ടാകാം. ചിലപ്പം പെട്ടെന്ന് തന്നെ വാടകയ്ക്ക് താമസിക്കാൻ ആൾക്കാരെ കിട്ടിയെന്ന് വരത്തില്ല, കിട്ടിയാൽ തന്നെ നേരെ ചൊവ്വേ റെന്റ് തന്നു എന്ന് വരത്തില്ല. So there are certain situations owner have to go through. അങ്ങനെ ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. 1, 2, 3 and 4. ഫ്ലാറ്റ് പോലെ ഇരിക്കുന്നുണ്ട്, ഫ്ലാറ്റ് ആണെന്ന് നിങ്ങൾ കരുതിക്കൊള്ളുക. ഓക്കെ, ഒരു ഫ്ലാറ്റ് ഉണ്ട്. ശരി സാർ. ഈ 4 ഫ്ലോറിലും ഓരോ ടൈപ്പ് ആൾക്കാരാണുള്ളത്, ഇല്ലേ? ഓരോ സാഹചര്യം ഓരോ ടൈപ്പിലുള്ള ആൾക്കാരായിരിക്കും വീട് വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്നത്. എല്ലാവരും ഒരേപോലത്തെ കിട്ടണമെന്നില്ല. അപ്പൊ ഈ 4 ഫ്ലോറിലും 4 സ്വഭാവമുള്ള ആൾക്കാരാണ് എൻ്റെ ഫ്ലാറ്റിലുള്ളത്. ആരൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടാം. ടോപ്പ് ഫ്ലോറിൽ ഉള്ളത് ആരെയാണെന്ന് നോക്കാം. Computation of annual value in case of a let out house. As we all know, ആരെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്? ഒരു ലെറ്റ് ഔട്ട് ഹൗസിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട്ടിലാണെങ്കിൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഇൻ കേസ് ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് വിച്ച് neither remains vacant during any part of the previous year nor there is any unrealized rent. വാ, ഡീസന്റ് ടീംസ് ആണ്. എന്താണ്? നമ്മുടെ ടോപ്പ് ഫ്ലോറിന് ഭയങ്കര ഐശ്വര്യമുള്ളൊരു ഫ്ലോർ ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവിടെ ഒരു സമയത്ത് പോലും വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നില്ല, ഇല്ല. ഞാൻ ബിൽഡിംഗ് പണിതു, ഞാൻ ടു ലെറ്റ് എന്ന് പരസ്യമിട്ടതും അടുത്ത ദിവസം ഫോൺ കോൾ വന്നു, സാർ ഞങ്ങൾക്കൊരു റൂം വേണം. വേക്കൻ്റ് അല്ലായിരുന്നു. 1 വർഷം മുഴുവനും എന്താണ് അവിടെ ആള് താമസിക്കാനുണ്ട്. താമസിക്കുന്ന ആള് നല്ല ഉഗ്രൻ ആൾക്കാരുമാണ്. എന്താണ്? ദേ പേ റെന്റ് റെഗുലർലി വിത്തൗട്ട് എനി ഡിഫോൾട്ട്. അവർ കൃത്യമായിട്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? റെന്റ് പേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ അതാണ് നമ്മുടെ ആദ്യത്തെ സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കേണ്ടത്. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഇൻ കേസ് ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് വിച്ച് നെയ്തർ റിമെയിൻ വേക്കൻസി ഡ്യൂറിങ് എനി പാർട്ട് ഓഫ് ദി പ്രീവിയസ് ഇയർ നോർ ദെയർ ഈസ് എനി അൺറിയലൈസ്ഡ് റെന്റ്. അതാണ് അൺറിയലൈസ്ഡ്, നമുക്ക് റിയലൈസ് ചെയ്ത് കിട്ടാത്തതെന്നുള്ളതാണ്, ഇല്ലേ? റെന്റ് കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു കാര്യമേ നമുക്ക് വിടില്ല. എല്ലാം റെന്റ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. വാ, നല്ല നല്ല വീട്ടുകാർ. അതിൻ്റെ തൊട്ട് താഴെയുള്ള നിലയിലുള്ള ആൾക്കാരുണ്ട്. തൊട്ട് താഴെയുള്ള നിലയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ തൊട്ട് താഴത്തെ ഫ്ലോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
as we all know, computation of annual value in case of let out house, which remain vacant for whole or any part of the previous year. താമസക്കാർ കുഴപ്പമൊന്നുമില്ല, ഡീസൻ്റ്, കൃത്യമായിട്ട് എനിക്ക് എന്ത് തരുന്നുണ്ട്, റെന്റ് തരുന്നുണ്ട്. പക്ഷേ ആ ഫ്ലോറിനൊരു കുഴപ്പമുണ്ട്, പെട്ടെന്ന് ആൾക്കാരെ താമസിക്കാൻ കിട്ടാറില്ല. ടു ലെറ്റ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാലും 1-2 മാസം നോക്കിയിരിക്കണം ആരെങ്കിലും വന്നൊന്ന് താമസിക്കാൻ, ഒരാളെ കിട്ടാൻ, വാടകയ്ക്ക് ഒരാളെ കിട്ടാൻ. So this floor remain vacant for a certain period of time in a year. അല്ലെങ്കിൽ it was vacant for the whole year. ഒരു വർഷം മുഴുവനും വേക്കൻ്റ് ആയിരുന്നു, ഇല്ലെങ്കിൽ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് അത് വേക്കൻ്റ് ആയിരുന്നു, ആൾക്കാർ താമസിക്കാനില്ല. ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ സർ. ഇനി നമ്മുടെ ഒന്നാമത്തെ നിലയുണ്ട് അല്ലേ, അവിടുത്തെ ടീംസിനെ പരിചയപ്പെടാൻ പോകുന്നത്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ computation of annual value in case of let out house, yes sir, which does not remain vacant during any part of the previous year. Vacant ഒന്നുമല്ല, ഒരു വർഷം മുഴുവൻ ആൾക്കാർ അവിടെയുണ്ട്, but there is unrealized rent. ഇവരെന്തോ തരുന്നില്ല, റെന്റ് കൃത്യമായിട്ട് തരാത്ത ടീംസ് ആണ് ഈ നമ്മുടെ ഒന്നാമത്തെ നിലയിൽ ഉള്ളത്. So computation of annual value in case of a let out house which does not remain vacant any part of the previous year. It was not vacant for any part of the previous year, not even for one day, not even for 1 month, but there is unrealized rent. അവർ റെന്റ് കൃത്യമായിട്ട് തരാത്ത ആൾക്കാരാണ് ഇല്ലേ. മണ്ടയ്ക്ക് കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ല, താഴേക്ക് വന്നപ്പം കുറച്ച് മോശപ്പെട്ട ആൾക്കാരാണ്, റെന്റ് കൃത്യമായിട്ട് തരുന്നില്ല. ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നാലാമത്തേത്, ഗ്രൗണ്ട് ഫ്ലോറിൽ കുറച്ച് ടീംസ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ, താഴത്തെ ഫ്ലോർ ഭയങ്കര മോശം കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ താറ ടീംസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ computation of annual value in case of let out house which remain vacant during a part of previous year. കുറച്ച് നാളത്തേക്കിന് അത് വേക്കന്റ് ആയിരുന്നു, താമസിക്കാനേ ആളില്ലായിരുന്നു. and there is unrealized rent. താമസിക്കാൻ ആളെ കിട്ടിയപ്പോൾ ഇവരാണെങ്കിൽ നേരെ റെന്റും തരുന്നില്ല. നല്ല അടിപൊളി ഫ്ലോറ, കൊള്ളാം. So computation of annual value in case of let out house which remains vacant during a part of previous year and there is unrealized rent. ഇനി ഈ ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഐ ബിലീവ് യു ഗൈസ് ആർ റെഡി. യെസ് സർ. സോ സിറ്റുവേഷൻ നമ്പർ 1 ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. Computation of annual value in case of let out house which neither remains vacant during any part of the previous year nor there is any unrealized rent. ഇത് വേക്കന്റുമല്ല, അൺറിയലൈസ്ഡ് റെന്റ് അങ്ങനൊരു സാഹചര്യവും ഇല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോ സിമ്പിൾ സർ. അതിലെന്താണ് ഒരു പ്രോബ്ലം ഉള്ളത്? നമുക്ക് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കൃത്യമായി റെന്റ് കിട്ടുന്നു, കൃത്യമായി നമ്മൾ മുനിസിപ്പൽ ടാക്സ് അടയ്ക്കുന്നു, ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്നു. സോ സിമ്പിൾ. So the gross annual value shall be the expected rent or actual rent whichever is greater. പഠിച്ച കാര്യമാണ് ഇല്ലേ? എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ചെവർ ഈസ് ഗ്രേറ്റർ. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഫ്രം ദി ഗ്രോസ് ആനുവൽ വാല്യൂ ദ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ ഡ്യൂറിംഗ് എനി പ്രീവിയസ് ഇയർ ഷാൾ ബി ഡിഡക്റ്റഡ്. ഫോർമാറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ കിട്ടുന്ന ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും
we have to deduct the municipal tax paid by the owner, not by the tenant, as we discussed earlier. And the balance shall be the annual value of the property let out. Wow, super. ചെയ്തു നോക്കാം. So illustration 4, determine the annual value of the house in the following cases. മുനിസിപ്പൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ഫെയർ റെന്റ് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ട്, ആക്ച്വൽ റെന്റ് എത്രയാണ് തന്നിട്ടുണ്ട്, ആൻഡ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എത്രയാണെന്നും തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു കമ്പ്യൂട്ട് ദി ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. എ സിറ്റുവേഷനിൽ നമുക്ക് നോക്കാം. മുനിസിപ്പൽ വാല്യൂ നമുക്കറിയാം ഈസ് 1 lakh. ഫെയർ റെന്റ് നമുക്കറിയാം 1,20,000. So whichever is higher will be the expected rent. Yes sir, 1,20,000. Okay sir. And we compare the expected rent with the standard rent, that is 90,000, and whichever is less will be our expected rent, that is 90,000, and the expected rent is compared with the actual rent, that is 1,32,000. Yes sir. So our gross annual value will be 1,32,000. Easy. Yes sir. So as we all know, gross annual value is 1,32,000. We have to deduct municipal tax, and this municipal tax is paid by the owner, so we can deduct the amount from gross annual value, as it is not paid by the tenant, it is paid by the owner itself. എത്രയാണ് total tax paid by the owner? 10% of municipal value, that is 1 lakh inde 10%, that is 10,000. So our annual value will be 1,22,000. Yes sir. Clear? So what in case of second house, or in case of B? Municipal value is 1 lakh rupees. Fair rental value is 1,20,000. Whichever is higher will be expected rent, that is 1,20,000, and we have to compare the expected rent with the standard rent, that is 1,40,000. 1,40,000. Whichever is less will be our expected rent, that is 1,20,000. Yes sir. And we have to compare it with the actual rent, that is 96,000. And whichever is higher will be our gross annual value. That is 1,20,000.
1,20,000. Less municipal tax. പക്ഷേ ഈ കേസിൽ we can't deduct municipal tax from gross annual value as it is paid by the tenant. We can only deduct the municipal tax if it is paid by the owner itself. In this case it is paid by the tenant, so we are not able to deduct the municipal tax paid. So our annual value will be 1,20,000 itself. Okay sir, clear? So there is the second condition or രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഇല്ലേ, ടോപ്പ് ഫ്ലോർ കഴിഞ്ഞു, ഈ രണ്ടാമത്തെ നിലയിലുള്ള ആൾക്കാരെ പറ്റി നോക്കാം. So computation of annual value in case of let out house which remains vacant for whole or any part of the previous year. ഒന്നെങ്കിൽ ഒരു വർഷം മുഴുവനും വേക്കന്റ് ആയിരുന്നു, ഇല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കിന് അത് വേക്കന്റ് ആയിരുന്നു. In such a situation, how will we compute annual value? താഴെ പറയുന്നു. A, രണ്ട് സിറ്റുവേഷൻ അവിടെ ഉണ്ടാകാം. ഒന്നെങ്കിൽ മുഴുവൻ വർഷവും വേക്കന്റ് ആയിരുന്നു, ഇല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കിന് വേക്കന്റ് ആയിരുന്നു. And if the house remains vacant for the full year, in such a case gross annual value will be nil. നമുക്ക് വാടകയൊന്നും കിട്ടിയിട്ടില്ല, പിന്നെ എന്തിട്ടിട്ടാണ് നമ്മളിത് ടാക്സ് കൊടുക്കുന്നത്? So the gross annual value will be nil. And if the house remains vacant for a part of the previous year, 1-2 മാസം 3 മാസം 4 മാസം ഒക്കെ വേക്കന്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത്, if the actual rent received or receivable by the let out period is more than the expected rent, the actual rent received or receivable will be the gross annual value. നമ്മൾ നേരത്തെ പഠിച്ച സെയിം കാര്യം തന്നെയാണ്. ആക്ച്വൽ റെന്റ് എക്സ്പെക്റ്റഡ് റെന്റിനെക്കാട്ടിൽ ഹയർ ആണെങ്കിൽ കണ്ണടച്ചോ എന്നിട്ട് എഴുതിക്കോ, ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ആ ആക്ച്വൽ റെന്റ് തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്, അതിൽ സംശയമില്ല. ഓക്കെ, ബട്ട് ഇഫ് ദി ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ for let out period is less than the expected rent, ഈ കിട്ടിയ ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച എക്സ്പെക്റ്റഡ് റെന്റിനെക്കാട്ടിൽ കുറവാണെങ്കിൽ and owing to such vacancy, എന്ത് കാരണമാണ് കുറഞ്ഞത്? വേക്കൻസി കാരണമാണ് ആ റെന്റ് കുറഞ്ഞത് എങ്കിൽ ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ വിൽ ബി ദി ഗ്രോസ് ആനുവൽ വാല്യൂ. കിട്ടിയ റെന്റിനല്ലേ ടാക്സ് അടയ്ക്കാൻ പറ്റൂ, അതിനപ്പുറത്തേക്ക് പറ്റുമോ? ഇല്ല. റെന്റ് കുറയാൻ കാര്യം വേക്കൻസി ആണോ? വേക്കൻസി ആണെങ്കിൽ കിട്ടിയ റെന്റിന് നിങ്ങൾ ടാക്സ് അടച്ചാൽ മതി. യെസ് സർ. ഒരു ചോദ്യം, determine the annual value of the house in the following cases. Yes, very well. Expected rent 1 lakh, house let out at rupees 10,000 per month, house tax paid by the owner 9,000, 10% of municipal value.
ഹൗസ് റിമെയിൻ വേക്കൻറ്റ് ഫോർ 1 month ആൻഡ് 3 months. രണ്ട് സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ സാർ. സിറ്റുവേഷൻ എ. Computation of annual value computation of annual value. One month vacancy ഉള്ളപ്പോൾ എങ്ങനെയാണെന്ന്. So we have expected rent, that is 1 lakh rupees. Yes sir, and it is given in the question, and the actual rent is 10,000 per month. 10,000 per month. ആക്ച്വലി നമുക്ക് 10,000 രൂപ വെച്ചിട്ട് 12 മാസത്തേക്കിന് 1,20,000 രൂപ ആയിരുന്നു കിട്ടേണ്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ ബിൽഡിംഗ് വാസ് വേക്കൻറ്റ് ഫോർ 1 month. Due to the vacancy, we will only receive rent for a period of 11 months. Only for a period of 11 months. So our actual rent is 1,10,000. Yes sir. So as we compare the expected rent with actual rent, so as we compare the expected rent with the actual rent, expected rent is rupees 1 lakh and actual rent is rupees 1,10,000. whichever is higher. Actual rent തന്നെയാണ് higher. അതുകൊണ്ട് actual rentനെ നമ്മൾ എന്താക്കും? gross annual value ആക്കും. that is 1,10,000. and in this situation the tax or the house tax is paid by the owner itself. So we can deduct the house tax paid by the owner, that is 9,000 rupees. So our annual value will be 1,01,000. Yes sir. So in case of B, that is 3 months vacancy. 3 മാസം വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയാകുമെന്ന് നോക്കാം. അപ്പോൾ as given in the question, expected rent is rupees 1 lakh. Actual rent സത്യത്തിൽ കിട്ടേണ്ടത് എത്രയായിരുന്നു? 10,000 into 12, that is 1,20,000. but due to vacancy the rent received is for only a period of 9 months. അല്ലേ? 3 മാസം വേക്കൻ്റ് ആയിരുന്നു. ബാക്കി 9 മാസത്തേക്കിനെ നമുക്ക് എന്ത് കിട്ടിയുള്ളൂ? rent കിട്ടിയുള്ളൂ. So 90,000. So as we compare the expected rent with the actual rent, that is 1 lakh rupees with the 90,000 rupees, whichever is higher, that is expected rent ആയിരുന്നു gross annual value ആകേണ്ടത്. but in this case the actual rent is lesser than expected rent and it is due to the vacancy. എന്തുകൊണ്ടാണ് അത് വന്നത്?
വേക്കൻസി കാരണമാണ് ഇവിടെ ആക്ച്വൽ റെന്റ് കുറഞ്ഞതെങ്കിൽ, if actual rent is lesser than the expected rent due to the vacancy, we can take actual rent as gross annual value. സാർ കിട്ടിയതിനല്ലേ നമുക്ക് റെന്റ് അടയ്ക്കാൻ പറ്റൂ? കിട്ടിയത് 90,000 ഉള്ളൂ, അതിനെ നമുക്ക് റെന്റ് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. സോ ഗ്രോസ് ആനുവൽ വാല്യൂ 90,000 rupees less municipal tax or house tax, and it was paid by the owner, so we can confidently deduct the 9,000 rupees, that is 81,000 will be the annual value in case of 3 months vacancy. Yes sir. Third situation. Computation of annual value in case of let out house which does not remain vacant during any part of the previous year, but there is unrealized rent. Vacant ഒന്നും അല്ലായിരുന്നു, പക്ഷെ അവർ റെന്റ് തരാനുണ്ട്. ഒരു വർഷം മുഴുവനും എന്തുണ്ട്, താമസിക്കുന്നൊക്കെയുണ്ട്, പക്ഷെ അവിടെ താമസിക്കുന്നവരെന്താണ്, റെന്റ് കൃത്യമായിട്ട് തരുന്നില്ല. ഓക്കെ. So the gross annual value of such a house will be determined in a section discussed in 1. From the gross annual value, the following deductions will be allowed and balance will be the annual value. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ഡിഡക്ട് ചെയ്യുക. എന്തൊക്കെ? Taxes actually paid by the owner to local authority. Obviously എന്ത് ചെയ്യുക, മുനിസിപ്പൽ ടാക്സ് അല്ലെങ്കിൽ ഹൗസ് ടാക്സ് പേ ചെയ്തത് നമ്മൾ കുറയ്ക്കും. രണ്ടാമത് എന്ത് കുറയ്ക്കുക? അൺറിയലൈസ്ഡ് റെന്റ് കിട്ടാനുള്ള റെന്റ് എന്ത് ചെയ്യുക, കുറയ്ക്കുക. കിട്ടാനുള്ള റെന്റ് നമ്മൾ കുറയ്ക്കണം. കിട്ടിയതിന് മാത്രം കൊടുത്താൽ മതിയല്ലോ, അപ്പൊ കിട്ടാത്തത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കാണിക്കണം. And the unrealized rent can be deducted if we satisfies or fulfills rule 4. Rule 4 പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. റൂൾ 4ൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. The vacancy should be bona fide. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ലീഗൽ സ്റ്റെപ്പുകളും എടുത്തിട്ടുണ്ടായിരിക്കണം. The tenant is not in occupation of any other property of the assessee. The assessee should, ഒരു assessee അവരുടെ അസസിംഗ് ഓഫീസറിന് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിരിക്കണം. എന്ത്? ലീഗൽ സ്റ്റെപ്പുകളെല്ലാം വെറുതെയാണ്, അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള കാര്യം അസസിംഗ് ഓഫീസറിനെ ബോധ്യപ്പെടുത്തിയിരിക്കണം. ഈ 4 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ കിട്ടാത്ത റെന്റിന് ടാക്സ് അടയ്ക്കേണ്ടാത്ത ഒരവസ്ഥ വരത്തുള്ളൂ. ഇല്ലേ? നമ്മൾ റെന്റ് കിട്ടിയോ? സാർ എനിക്ക് റെന്റ് കിട്ടിയില്ല. നിങ്ങൾ ചോദിച്ചോ? അങ്ങനെ പറഞ്ഞാൽ കിട്ടത്തില്ല. റെന്റ് കിട്ടിയില്ല, സമ്മതിക്കുന്നു, നിങ്ങൾ അതിന് ടാക്സ് തരണ്ട. പക്ഷേ ഈ പറയുന്ന 4 കാര്യങ്ങൾ ചെയ്തോ? നിങ്ങൾ പോയി ചോദിച്ചോ? നിങ്ങൾ തമ്മിലൊരു ടെനന്റ് ഓണർ എന്ന റിലേഷൻ ഉണ്ടോ? അസസിംഗ് ഓഫീസറെ പിടിച്ചെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ, അതിന് ടാക്സ് തരണ്ട. റൂൾ 4. ഒരു പ്രോബ്ലം ചെയ്യാം. From the following information, compute the annual value of the house. Okay, sir. We have municipal value, fair rental value, standard rent, actual rent, municipal tax paid by the
owner, and unrealized rent 40,000. And in this situation, rule 4 are satisfied. Vidugana. So we have municipal value, that is 1,50,000. We have fair rental value, that is 1,80,000. Whichever is higher will be our expected rent, that is 1,80,000. And it is again compared with the standard rent, that is 1,60,000, and whichever is less will be the expected rent, that is 1,60,000. സാർ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ കണക്കുകൾ. സാർ പെട്ടെന്ന് ചെയ്യും. യെസ്, പെട്ടെന്ന് ചെയ്യുക. ആക്ച്വൽ റെന്റ് ഈസ് 20,000 പെർ മന്ത്. ആക്ച്വൽ റെന്റ് ഈസ് 20,000 പെർ മന്ത്. 20,000 per month, that is for 1 year we will receive 2,40,000 as rent, that is actual rent. Actual rent എത്രയാണ്? 2,40,000 രൂപയാണ് ആക്ച്വൽ കിട്ടേണ്ടിയ റെന്റ്. ആരെഴുതിയിട്ടുണ്ട് അവിടെ? സർക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവന് കിട്ടേണ്ടിയ റെന്റ് 2,40,000 രൂപയാണ്. ശരിയാണ്. So we have to compare the expected rent with the actual rent. As we compare, നമുക്ക് മനസ്സിലാകും actual rent is higher than expected rent, so the gross annual value will be 2,40,000. Gross annual value will be 2,40,000. സാറെ, പക്ഷേ അവിടെ ഒരു അൺറിയലൈസ്ഡ് റെന്റ് കിടക്കുന്നു. കിട്ടാത്ത റെന്റിന് എങ്ങനെയാണ് നമ്മൾ ടാക്സ് എടുക്കുന്നത്? പറയാം. എന്താണ് നമ്മൾ പഠിച്ചത്? ഗ്രോസ് ആനുവൽ വാല്യൂ സച്ച് ഹൗസ് വിൽ ബി ഡിറ്റർമൈൻഡ് ഇൻ ഡിസ്കസ്ഡ് ഇൻ 1. നമ്മൾ ആദ്യം പഠിച്ചു അല്ലെ, ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നെല്ലാം കമ്പ്യൂട്ട് ചെയ്ത് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുക ആദ്യം. എന്നിട്ട് അതിൽ നിന്നും വേണം എന്ത് ചെയ്യാൻ? ഡിഡക്ഷൻ നടത്താൻ കിട്ടാത്ത റെന്റ്. സോ ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് 2,40,000 less municipal tax paid by the owner, 20% of municipal value, that is 1,50,000 ന്റെ 20%, that is 30,000. Yes sir. There is unrealized rent കിട്ടാനുണ്ടായിരുന്നു. എത്ര? 40,000 രൂപ. ഇതുവരെയും കിട്ടിയിട്ടില്ല സാറേ. കണ്ടീഷൻ ഓഫ് റൂൾ 4 ആർ സാറ്റിസ്ഫൈഡ്. അവൻ ചോദിച്ചായിരുന്നു, മാന്യമായിട്ട് പോയി ചോദിച്ചു, പേപ്പർ കൊടുത്തു, എല്ലാ ലീഗൽ സ്റ്റെപ്പുകളും എടുത്തു, അസസിംഗ് ഓഫീസറിനെല്ലാം ബോധ്യപ്പെടുത്തി. ഇവനോട് എത്ര മേടിച്ചിട്ടും കാര്യമില്ല, ഇവൻ റെന്റ് തരത്തില്ല. ആണോ? എന്നാൽ ശരി, നിങ്ങൾ അതിന് റെന്റ് കൊടുക്കണ്ട, നിങ്ങൾ ആ വാല്യൂ അങ്ങ് കുറച്ചോ. അൺറിയലൈസ്ഡ് റെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കാം. 30,000 plus 40,000 is 70,000. Balance 1,70,000 will be the annual value. Annual value എത്രയായിരിക്കും? 1,70,000. യെസ് സർ. ഇനി നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കുറച്ച് ടീംസ് ഉണ്ട്, അവരെ ഇനി കാണാൻ പോകുന്നത്. ആ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ഒരു ശപിക്കപ്പെട്ട ഫ്ലോർ ആയില്ലയോ? സകല നാശങ്ങളും അതിനകത്തിലുണ്ട്. താമസിക്കാൻ ആളെ സ്ഥിരമായിട്ട് കിട്ടത്തതുമില്ല, കിട്ടിയാൽ തന്നെ ഇവന്മാര് റെന്റ് തരത്തതുമില്ല. So computation of annual value in case of a let out house which remains vacant during
part of the previous year and there is unrealized rent. So this kind of a building is vacant for a part of the previous year and there is unrealized rent. റെന്റ് കിട്ടാനുമുണ്ട്, താമസിക്കുന്നവർ റെന്റ് തരാനുമുണ്ട്. രണ്ട് സിറ്റുവേഷൻ നമ്മുടെ ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യണം? ചെയ്യാം സർ. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തു വേക്കന്റ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്തുവായിരുന്നു ചെയ്തേനെന്ന് നമ്മൾ പഠിച്ചു. അൺറിയലൈസ്ഡ് റെന്റ് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്താൽ മതി, ഈ കണക്ക് ചെയ്യാം. സിമ്പിൾ, ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. ചെയ്ത് നോക്കാം. So from the following information, compute the annual value of the house. Okay, we have municipal value, we have fair rental value, we have standard rent, we have actual rent. But in this case, the building was vacant for 2 months during the previous year. 2 മാസം എന്താണ് vacant ആണ്. And there is unrealized rent that is 30,000. റെന്റ് കിട്ടിയില്ല അല്ലേ? കിട്ടാതിരുന്നിട്ട് നിങ്ങൾ പോയി ചോദിച്ചോ? അസസിംഗ് ഓഫീസറിനെ ബോധ്യപ്പെടുത്തിയോ? യെസ്, കണ്ടീഷൻ ഓഫ് റൂൾ 4 ആർ സാറ്റിസ്ഫൈഡ്. ചോദിച്ചിട്ടും കിട്ടിയില്ല. ഓക്കെ. മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. ആരൊക്കെ? ഓണറും പേ ചെയ്തിട്ടുണ്ട്, ടെനന്റും പേ ചെയ്തിട്ടുണ്ട് 50,000 വീതം. എന്ത് ചെയ്യണമെന്ന് അറിയാം സർ. So computation of annual value. So municipal value is 2 lakh rupees. Yes sir. Fair rental value is 1,80,000. Yes sir. The higher amount will be our expected rent, that is 2 lakh. Yes sir, very good. And we compare the expected rent with the standard rent, that is 2,50,000, and whichever is less will be our expected rent, that is 2 lakh. That is 2 lakh. Yes. Actual rent എത്രയായിരുന്നു? 30,000 ആണ് ആക്ച്വൽ റെന്റ്. 30,000 ആണ് ആക്ച്വൽ റെന്റ് per month. But the building was vacant for 2 months. 2 മാസത്തേക്കിന് വേക്കന്റ് ആയിരുന്നു, ആള് താമസിക്കാനില്ല. അത് നമ്മുടെ ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് 2 മാസം ഇവിടെ ആളില്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ എന്താ കാൽക്കുലേറ്റ് ചെയ്ത് 2 മാസത്തെ കുറച്ചേ അവർ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. സോ 30,000 into 10 months, 10 മാസമേ ഉള്ളൂ. 2 മാസത്തേക്കിന് അവിടെ ആൾക്കാരില്ല, താമസിക്കാൻ വന്നിട്ടില്ല. നമ്മൾ ടു ലെറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങോട്ട് താമസിക്കാൻ വന്നില്ല. 2 മാസം കഴിഞ്ഞപ്പോഴാണ് വിളിച്ചത്, സാറേ ഞങ്ങൾക്ക് ആ ബിൽഡിംഗ് ഒന്ന് വേണം. ബാക്കി 10 മാസം. ദാറ്റ് ഈസ് 3 lakh rupees is the actual rent. And whichever is higher, as we compare the expected rent with the actual rent, whichever is higher will be gross annual value, that is 3 lakh rupees. Yes sir. So gross annual value 3 lakh rupees. Yes. Less municipal tax paid by the owner
ഓണർ ഈസ് ഡിഡക്റ്റബിൾ നോട്ട് ബൈ ദ ടെനന്റ്. മറക്കരുത്, ഇത് ഓണറുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് എഴുതുന്നത്. ഓണറുടെ പോക്കറ്റിൽ നിന്നും ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചോ, ഓണറുടെ പോക്കറ്റിൽ നിന്നും ജോസൂട്ടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചോ, ടെനന്റിന്റെ പോക്കറ്റിൽ നിന്ന് പോയ ജോസൂട്ടി എടുത്ത് കുറയ്ക്കാൻ പാടില്ല. യെസ് സാർ, ഒബ്വിയസ്ലി 15,000 ലെസ്. തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചു അൺറിയലൈസ്ഡ് റെന്റ് ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അൺറിയലൈസ്ഡ് റെന്റ് ഉള്ളപ്പോൾ എന്ത് ചെയ്യണം? സാറേ 2 മാസം വേക്കന്റ് ആയിരുന്നു, ബാക്കി 10 മാസത്തേക്കിനൊക്കെ ആളിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടോ? ശരി, ആൾ കൂട്ടി വെച്ചു. സാറേ 10 മാസത്തിൽ അദ്ദേഹം 30,000 രൂപ തന്നിട്ടില്ല. 1 മാസത്തെ റെന്റ് അദ്ദേഹം തരാനുണ്ട് കേട്ടോ, ബാക്കിയേ നമ്മുടെ കയ്യിൽ പൈസ കിട്ടിയുള്ളൂ. ആണ്. അപ്പൊ എന്ത് ചെയ്യാം? അൺറിയലൈസ്ഡ് റെന്റ് നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. 30,000. That is, we can deduct 45,000 from gross annual value 3 lakh rupees. That is 2,55,000 will be the annual value of this house. Yes sir. Okay. So ഇന്നത്തെ കണക്കിൽ നമ്മൾ എന്തുവായിരുന്നു പഠിച്ചിരുന്നത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഓഫ് എ ഹൗസ് അണ്ടർ ഡിഫറെന്റ് സിറ്റുവേഷൻസ്. 4 സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഇൻ കേസ് ഓഫ് എ ലെറ്റ് ഔട്ട് ഹൗസ് which neither remains vacant during any part of the previous year nor there is any unrealized rent. വീട് വേക്കന്റ് ആയിട്ട് കിടക്കുന്നതുമില്ല, റെന്റ് കിട്ടാതിരിക്കുകയും ചെയ്യുന്നില്ല. ഇല്ലേ? അവിടെ എല്ലാ ദിവസവും ആൾക്കാർ താമസിക്കാനുമുണ്ട്, കൃത്യമായിട്ട് റെന്റ് കിട്ടുന്നുണ്ട്. നമ്മുടെ വീടിന്റെ ടോപ്പ് ഫ്ലോറിലുള്ള ആള്. രണ്ടാമത്തെ ടീംസ് എങ്ങനെയായിരുന്നു? കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഇൻ കേസ് ഓഫ് എ ലെറ്റ് ഔട്ട് ഹൗസ് which remain vacant for whole or any part of the previous year. ടു ലെറ്റ് എന്നൊക്കെ ഞാൻ എഴുതി വെച്ചായിരുന്നു, പക്ഷെ 1-2 മാസത്തേക്ക് നമ്മുടെ ആൾക്കാരൊന്നും വീട് ചോദിച്ചു വന്നില്ല. 2 മാസം കഴിഞ്ഞപ്പോഴാണ് സാർ എനിക്ക് ആ വീടിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വന്നത്. കുറച്ച് നാളത്തേക്കിന് എന്താണത്? വേക്കന്റ് ആയിരുന്നു. യെസ് സാർ. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ് പറയുന്നത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഇൻ കേസ് ഓഫ് എ ലെറ്റ് ഔട്ട് ഹൗസ് വിച്ച് ഡസ് നോട്ട് റിമെയിൻ വേക്കന്റ് ഡ്യൂറിംഗ് എനി പാർട്ട് ഓഫ് ദി പ്രീവിയസ് ഇയർ. ഇവിടെ വീട് വെറുതെ കിടക്കുന്നില്ല, 1 വർഷം മുഴുവൻ ആൾ അവിടെ താമസിക്കുന്നുണ്ട്. ബട്ട് there is unrealized rent. കൃത്യമായിട്ട് അവരെന്ത് തരുന്നില്ല? റെന്റ് തരുന്നില്ല. ആ ഒരു അവസ്ഥയിൽ. മൂന്നാമത് കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഇൻ കേസ് ഓഫ് എ ലെറ്റ് ഔട്ട് ഹൗസ് which remains vacant during a part of the previous year and there is unrealized rent. ഇല്ലേ? ആ വീട് എന്താണ്? വേക്കന്റ് ആയിട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട്, താമസിക്കാൻ വന്നവരോ കൃത്യമായിട്ട് റെന്റും തരുന്നില്ല. അങ്ങനെ ആ 4 സിറ്റുവേഷനിലും ഉള്ള കണക്കുകളും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? സോൾവ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഇന്നത്തെ ആ പോർഷൻസ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളത് കൃത്യമായിട്ട് എഴുതുക. I will answer to every questions. Okay? So thank you so much. ഇതിന്റെ തുടർന്നുള്ള ക്ലാസ്സുകളും അടുത്തൊരു സെഷനായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഒരു 1-2 സീരീസ് കൊണ്ട് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തീരത്തക്ക രീതിയിൽ നമുക്കത് പ്ലാൻ ചെയ്യാം. So don't forget to subscribe my channel and enable the bell icon to get the latest episodes of my classes. So thank you so much. See you at next session.